ഇങ്ങ് വന്നേ വായേട്ടാ. അവരെ അപ്പുറത്തെ ആൾക്കാർ അവരപ്പുറത്തെ ചേട്ടൻ ഇങ്ങോട്ട് വന്നല്ലേ പറഞ്ഞിട്ട്. അല്ല അതുകൊണ്ട് അളിയനകത്തുണ്ട്. അത് സാരല്ല. ഇവിടെ ഞാനിന്റെ സ്പോൺസറാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇരിക്കങ്ങോട്ട്. ഇരിക്കാം. അതെ കിടന്നേ. കൈ എന്താ വിറയ്ക്കുന്നത്? എന്റെ അല്ല ചേട്ടന്റെ കൈ. പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? ഞാൻ ഇങ്ങനൊക്കെ. അതെ ഉടനെ കിടന്നേ. കിടക്കങ്ങോട്ട്. ആ വെന്റിലേഷൻ കണ്ട? അതൊരു തുണി കൊണ്ട് നമുക്ക് അങ്ങ് മൂടയാൽ. അതിന്റെ അടിവശം കണ്ട? അവിടെ അത്രയും ഭാഗത്ത് പെയിന്റ് ഇല്ല. നിന്റെ മുടി എന്തേടി? ആരോട് ചോദിച്ചോണ്ട്? നിന്റെ മുടി മുറിക്കാൻ ആരുടെയെങ്കിലും അനുവാദം വേണോ? റോഡാണ് മോശം. പിന്നെ നിനക്ക് മുട്ടറ്റ മുടി ഉണ്ടായിരുന്നോണ്ടാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത്. അജാര് ബാഹു. അത് നിനക്കറിയോ? ഉണ്ണിയേട്ടൻ എന്റെ മുടിയാണ് ഇഷ്ടപ്പെട്ടത്, എന്നെ അല്ലല്ലേ. ചേട്ടായി എന്റെ വീട്ടിലെ അനിയനെ പെണ്ണ് നോക്കണേ. എങ്ങനത്തെ പെണ്ണ് നോക്കാൻ പറയട്ടെ? നിന്നെ പോലത്തെ പെണ്ണ് നോക്കാൻ പറ. എന്നെ പോലത്തെ? എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് നിങ്ങക്ക്? അതുകൊണ്ടല്ല, ഞാനും എന്റെ വീട്ടുകാർ അനുഭവിക്കുന്നത് നിന്റെ വീട്ടുകാരും കൂടെ കുറച്ച് അനുഭവിക്കട്ടെ. ജീവിതത്തിൽ തനിച്ചായി എന്ന് തോന്നി തുടങ്ങുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയി തേനീച്ചക്കൂണ്ട് കല്ലെറിയണം. പിന്നെ ആളായി, ബഹളമായി, ആംബുലൻസായി, എന്തായാലും പിന്നെ നമ്മൾ ആരാ? വേറെ ലെവലാ. ഈ സൗന്ദര്യത്തിന് മുന്നിൽ മയങ്ങി വിടാതെ ഏതെങ്കിലും ആരാജകന്മാരുണ്ടാവോ? ഞാൻ എന്തീ കാണുന്നത്? കളരി വിളക്കിൽ നിങ്ങൾ വിളക്ക് എത്തിച്ചിന? അത് നിങ്ങൾ പൂ പിടിച്ച കണിക്കുന്ന മരം നോക്കീനാ? നിങ്ങളെ ശരിക്കും കാണാൻ വേണ്ടിട്ടില്ലേ കുന്നിന്റെ മുകളിൽ സൂര്യന്